Stay tuned to Kids Corner and set free from all tensions and worries. അപ്പൊ കൂട്ടാ നിന്റെ എക്സാമിന്റെ റിസൾട്ട് കിട്ടിയ കിട്ടി. എന്താ നിനക്കൊരു സന്തോഷമില്ലാത്തത്? ഇപ്രാവശ്യം എനിക്കാകെ 98% കിട്ടിയുള്ളൂ. അത് നല്ല മാർക്കല്ലേ? ആ സിന്ധുവിന് 100% കിട്ടി. ഞാനിപ്പോൾ ക്ലാസ്സിൽ സെക്കൻഡാ. 2% മാർക്ക് പോയാലാണോ നിനക്ക് സങ്കടം, അല്ലെങ്കിൽ സിന്ധുവിന് 100% മാർക്ക് കിട്ടിയതിലാണോ? എനിക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. നീ 98% കിട്ടിയതിന് ദൈവത്തിനോട് നന്ദി പറ. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പുക്കുട്ടൻ്റെ ഇന്നത്തെ പ്രശ്നം നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അല്ലേ? ക്ലാസ്സിൽ ഒന്നാമനാവാൻ പറ്റാത്തതിൻ്റെ വിഷമം, 2 മാർക്കിന് കുറഞ്ഞുപോയി, അത് തന്നെ വിഷമം ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്കത് വചനത്തിൻ്റെ വെളിച്ചത്തിൽ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വചനം ആദ്യം പഠിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യം. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ഓക്കെ, ഇനി സുകൃതിച്ചപ്പം. ഈശോയെ, മൂല്യങ്ങളിൽ വളരാൻ എന്നെ സഹായിക്കണമേ. നമ്മൾ തോമസ് കുട്ടിയുടെയും അപ്പുക്കുട്ടൻ്റെയും സംഭാഷണം കേട്ടല്ലോ അല്ലേ? ശരിക്കും നമ്മുടെ ക്ലാസ്സുകളിലുമൊക്കെ ഇതുപോലത്തെ കുട്ടികളൊക്കെ ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു പക്ഷേ നിങ്ങൾ ഡെയിലി നിങ്ങൾ കാണുന്നതായിരിക്കാം. പരീക്ഷാ പേപ്പർ വരുമ്പോൾ 100-ൽ ചിലപ്പോൾ ഒരു 1/2 മാർക്കിൻ്റെ കുറവ്, അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ കുറവിന് വിഷമിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള മറ്റ് ഒന്നാമത് നിൽക്കുന്ന ആളുമായിട്ട് കമ്പാരിസൺ നടത്തി എനിക്ക് അത്രയും മാർക്ക് കിട്ടിയില്ലല്ലോ, അതിൻ്റെ പേരിൽ എനിക്ക് ക്ലാസ്സിൽ ഒന്നാമനാകാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷമിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? അപ്പം നമ്മൾ ചിലർക്കൊക്കെ എങ്കിലും എല്ലാ കാര്യത്തിലും, അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും, അവരിപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ അവർ ഇൻവോൾവ് ആയിരിക്കുന്ന മറ്റ് കാര്യങ്ങളിലൊക്കെയും ഒന്നാമതെത്തുക, അല്ലെങ്കിൽ നമ്പർ 1 ആകുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഒരു ക്രേസാണ് ശരിക്കും. അങ്ങനെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് ഭയങ്കര നിരാശയായി, വിഷമമായി. മദർ തെരേസ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ശരിക്കും വിജയിക്കുവാനല്ല, വിശ്വസ്തരാകാനാണ്. അപ്പം നമ്മളോട് ദൈവം, നമുക്കൊരു പർപ്പസുണ്ട്. ഈ ഒരു ഭൂമിയിലേക്ക് നമ്മളെ ദൈവം വിട്ടിരിക്കുന്നതിന്, ഇവിടെ ഇന്ന സ്കൂളിലായിരിക്കുന്നത്, ഇന്ന മാതാപിതാക്കളുടെ മകൾ അല്ലെങ്കിൽ മകനായിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന ടീച്ചറിൻ്റെ കീഴിൽ നമ്മൾ പഠിക്കുന്നത്, ഒക്കെ ഒരു പർപ്പസോടുകൂടി നമ്മളെന്ന് പറയുന്നൊരു വ്യക്തിയെ പ്രത്യേക പർപ്പസോടുകൂടി ദൈവം അവിടെ ആക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അതിനോട് നമ്മൾ വിശ്വസ്തത കാണിക്കുക. ഒന്നാമനാകുക എന്ന് പറയുന്നത് നമ്മൾ തെറ്റൊന്നുമില്ല. നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളോട് നമ്മൾ വിശ്വസ്തത കാണിക്കുമ്പം, നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചറിനോട് നമ്മൾ വിശ്വസ്തത കാണിക്കുമ്പം, ടീച്ചർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ തയ്യാറാകുമ്പോൾ, മനസ്സിലാക്കാൻ തയ്യാറാകുമ്പോൾ, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒന്നാമതെത്തും. അപ്പോൾ അതിനകത്തൊരു 1/2 മാർക്ക് അല്ലെ 1 മാർക്ക് കുറയുന്നു എന്നതിലല്ല, നമ്മളതിനോട് വിശ്വസ്തത കാണിച്ചു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ചിലരൊക്കെ ചിലപ്പം 1/2 മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ, 1 മാർക്ക് കുറഞ്ഞതിൻ്റെ കാര്യം ജീവിതത്തിലെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം വേണ്ടാന്ന് വെക്കുക. ചില ചെറിയ കുഞ്ഞുങ്ങൾ പോലും ആത്മഹത്യ പോലും ചെയ്യാനായിട്ട് തയ്യാറാകുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് പരാജയമെന്ന് പറയുന്ന കാര്യം ശരിക്കും സ്വീകരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ചെറിയ പരാജയം പോലും ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനൊരു നടന്നൊരു സംഭവം ഈ സമയം ഓർക്കുക. ഈ ബുദ്ധിമാന്ദ്യം സംഭവിച്ച, നമ്മുടെ ലോകത്തിൽ ബുദ്ധിക്ക് പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുന്ന ചില മനുഷ്യർ, അവർ കുറേ പേരിങ്ങനെ ഒരു ഓട്ടമത്സരം വെച്ചു. അങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ ഓട്ടമത്സരം വെച്ചു. ഓട്ടമത്സരം വെച്ച സമയത്ത് എല്ലാവരും ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരാൾ താഴെ വീണുപോയി. ഓടിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവൻ താഴെ വീഴുന്നത്. അപ്പോൾ ഇവൻ താഴെ വീണതറിഞ്ഞ് ഈ ഫ്രണ്ടിലൂടെ ഓടിക്കൊണ്ടിരുന്ന എല്ലാവരും എന്ത് ചെയ്തു? പുറകിൽ വന്ന് ഈ കൂട്ടുകാരനെയും എഴുന്നേൽപ്പിച്ച് ഒരുമിച്ച് അവർ കൈപിടിച്ച് ഓടാനായിട്ട് തുടങ്ങി. എല്ലാ ബുദ്ധിയും ഉണ്ടെന്ന് വിചാരിക്കുന്ന പലരും ചെയ്യാത്തൊരു കാര്യമാണ് ഈ കുട്ടികൾ ചെയ്തത്. കാരണം അവർക്കെന്താണ്, അവരുടെ സ്നേഹം അല്ലെ അവരുടെ കരുതൽ, നമ്മൾ ബുദ്ധിയില്ല എന്ന് അവരെ നമ്മൾ അവഗണിക്കുമ്പോഴും അവർ കാണിച്ച മറ്റുള്ളവനെയും കൂടെ ജയിപ്പിക്കാനുള്ള അവരുടെ ഒരു മനോഭാവം ഒക്കെയാണത്.
അപ്പം നമ്മളുടെ ലൈഫിൽ നമുക്ക് അങ്ങനെ ഒരു കോളും കൂടി ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കോളും കൂടി ഉണ്ട്, ഒരുമിച്ച് വിജയിക്കാൻ. ഇപ്പം ഞാൻ എൻ്റെ ഒരു ജീവിതത്തിലൊരു അനുഭവം ഞാൻ ഓർക്കും. ആൻറ്റിയുടെ രണ്ടാമത്തെ മോൻ ഇമ്മാനുവൽ, മൂത്ത കുട്ടി ജോഹന്നയുമായിട്ട് ഇങ്ങനെ ബിൽഡിംഗ് ബ്ലോക്സ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ രണ്ടുപേരും രണ്ട് സംഭവങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മൂത്ത ആൾ ഒരെണ്ണം ഉണ്ടാക്കിക്കൊണ്ട് വന്നു, ഇമ്മാനുവൽ ഒരെണ്ണം ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അപ്പോൾ ഇമ്മാനുവൽ പറയുക, എൻ്റെയും സൂപ്പറാണ്, നിൻ്റെയും സൂപ്പറാണ്. അപ്പം രണ്ടുപേരെയും ഒരുപോലെ വിജയിക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കുന്നൊരു മനോഭാവം, വിജയിപ്പിക്കാൻ ശ്രമിക്കുന്ന മനോഭാവം, അല്ലെങ്കിൽ അവരുടെ വിജയത്തിലും സന്തോഷിക്കാൻ. ഇപ്പം നമ്മൾ നേരത്തെ വേദപാഠ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നുണ്ട്, കുഞ്ഞുനാളിലെ വേദപാഠ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്, കളികൾ കളിക്കുമ്പോൾ നമ്മൾ കള്ളത്തരം കാണിക്കാൻ പാടില്ല. ഇനി അതുപോലെ തന്നെ കള്ളത്തരം കാണിക്കാൻ മാത്രമല്ല, ഒന്നാമനാകുന്ന ആൾ ഒന്നാമനായതുകൊണ്ട് അയാളോട് അസൂയ പാടില്ല, പോയി അയാളോടൊരു കൺഗ്രാലേഷൻസ് കൊടുക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വേദപാഠത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ എത്ര പേര് ഇപ്പോഴും അങ്ങനെ ചെയ്യും? ഇപ്പോഴും നമുക്ക് അങ്ങനത്തെ അസൂയയില്ലാത്ത മനോഭാവമുണ്ട്. അപ്പം മറ്റുള്ളവരെ വിജയിപ്പിക്കുന്നതിൽ നമുക്ക് ഒരു കൈ ഉണ്ടാവണം, അല്ലെ അതിൽ നമുക്ക് സന്തോഷമുണ്ടാവണം. ആരെങ്കിലും വിജയിച്ചാലും നമുക്ക് സന്തോഷമുണ്ടാവണം. കാരണം അവൻ വിശ്വസ്തയായിട്ട് ഓടി, അതുകൊണ്ട് അവൻ വിജയം കണ്ടു എന്ന് വെച്ച് എനിക്കൊരു മാർക്ക് കുറഞ്ഞു, അല്ലെ എനിക്കൊരു സ്ഥാനം മാറിപ്പോയി എന്ന് വെച്ച് എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ വലിയ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓരോ പർപ്പസിൽ വിളിച്ചിട്ടുണ്ട്, ആ പർപ്പസിൽ നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. അപ്പം നമ്മൾ ഓർക്കും, ബൈബിളിൽ എന്താണ് ശരിക്കും ഈ ഒരു ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവരെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളിൽ ആരെങ്കിലും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എല്ലാവരുടെയും ദാസനായിരിക്കണമെന്നാണ് ബൈബിളിൽ പറയുന്നത്. ഈശോ എങ്ങനെയാണ് ശരിക്കും ലീഡർഷിപ്പിനെ പോലും കാണുന്നത്, ഒരു നേതൃത്വ നിരയിൽ നിൽക്കുന്ന ആളെ പോലും കാണുന്നത്, ഒരു നേതാവെന്ന് പറയുന്ന ആൾ ശരിക്കും കൂടെ നടക്കുന്ന ആളുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ വികാരങ്ങളും മാനിക്കുന്ന, എല്ലാ തരത്തിലും അവരെ സഹായിക്കുന്ന, അതായത് ഒരു ദാസനെ പോലെ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും യഥാർത്ഥ ഒരു നേതാവ്, അല്ലെ നേതൃത്വം എന്ന് ഈശോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരാജയപ്പെടാൻ ഭയക്കേണ്ടതില്ല, പരാജയത്തെ പേടിക്കേണ്ടതില്ല, മറ്റുള്ളവർ വിജയിക്കുന്നതിൽ വിഷമിക്കേണ്ടതുമില്ല. നമുക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ വിശ്വസ്തരായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ബാക്കിയുള്ളതെല്ലാം കർത്താവ് നമുക്ക് കൂട്ടിച്ചേർത്തുകൊള്ളും. നമ്മൾ വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കോളും. പിന്നെ വേറൊരു കാര്യം നമുക്കൊക്കെ സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്നാമതായ ഒരാളെ ഒന്ന് അഡ്രസ്സ് ചെയ്ത് പറയാനായിട്ട് നമുക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമ്മുടെ അസൂയ കൊണ്ടാണോ, അത് നമുക്കൊരു അസ്വസ്ഥത ഉള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല. ചിലപ്പോഴെങ്കിലും നമ്മുടെ വീട്ടുകാരൊക്കെ വരുമ്പം ഇന്ന ആളെ കണ്ടു, നമ്മുടെ ക്ലാസ്സിൽ ഒന്നാമതായ ഒരു കുട്ടിയെ കണ്ടു, അല്ലെങ്കിൽ നന്നായിട്ട് പാട്ടുപാടി മത്സരിച്ച് ഫസ്റ്റ് കിട്ടിയൊരു കുട്ടിയെ കണ്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും കായിക പ്രതിഭയായിട്ടിരിക്കുന്ന ഒരു കുട്ടിയെ, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ടു. അപ്പം എൻ്റെ പേരൻസിനൊക്കെ ഒപ്പം അവരെ കാണുമ്പോഴത്തേക്കിനും നമുക്കൊന്ന് സന്തോഷത്തോടെ പരിചയപ്പെടുത്താൻ, ഇത് ഞങ്ങളുടെ ക്ലാസ്സിലെ ഇന്ന കുട്ടിയാണ് കേട്ടോ, ഈ കുട്ടിക്ക് ഇന്ന ഫസ്റ്റ് ഉണ്ട്, അല്ലെ ഇന്ന കായിക ഇനത്തിന് ഇതിന് ഫസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് പരിചയപ്പെടുത്താനും, അതൊക്കെ നമ്മളുടെ ഒരു നല്ലൊരു മനോഭാവം, അങ്ങനത്തെ മനോഭാവം നമ്മൾ വളർത്തിയെടുക്കുക. അങ്ങനെ അവരെ അംഗീകരിക്കാനായിട്ട് നമുക്ക് പറ്റണം, വിജയിച്ചവരെ അംഗീകരിക്കാനായിട്ട് പറ്റണം. അപ്പോൾ അവിടെയാണ് ശരിക്കും നമ്മൾ യഥാർത്ഥ വിജയികളായിട്ട് മാറുന്നത്. 100% മാർക്സ് മേടിക്കുക എന്നുള്ളതൊരു നല്ല കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ആയിരിക്കണം എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് മാത്രമേ അത് ഉണ്ടാവാൻ പാടുള്ളൂ, അതുപോലെ മറ്റൊരാൾ ഒന്നാമനായാൽ അതിൽ സന്തോഷിക്കാൻ പറ്റാതെ വന്നാൽ അതൊരു പ്രശ്നമല്ലേ, അല്ലേ? അപ്പം നമ്മളങ്ങനെ സ്വാർത്ഥരാവരുത്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യം, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ഓക്കെ. ഇനി സുഗൃജപം. ഈശോയെ മൂല്യങ്ങളിൽ വളരാൻ എന്നെ സഹായിക്കണമേ.
നമ്മൾക്ക് കഥ കേൾക്കാം. അതിനു മുമ്പ് വചനത്തെക്കുറിച്ച് പോയിട്ട് പറയാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യം. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ഓക്കെ. സുകൃജപം. ഈശോയെ മൂല്യങ്ങളിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വീട്ടുജോലിക്കാരുടെ മധ്യസ്ഥയായ സീതയെക്കുറിച്ചാണ്. സീത, വിശുദ്ധ സീതയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? ഇറ്റലിയിലാണ് ജനിച്ചത്. വളരെ ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബത്തിലാണ് ജനിച്ചത്. അമ്മയും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവളെ വളർത്താനായിട്ട് അമ്മ ഒത്തിരി പാടുപെട്ട്. അമ്മ ജോലി ചെയ്താണ് മകളെ വളർത്തിയിരുന്നത്. എങ്കിലും എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും നല്ല ദൈവഭക്തിയിലാണ് മകൾ വളർന്നത്. അവൾ എല്ലാ ദിവസവും കുറേ സമയം യേശുവുമായിട്ടുള്ള ആ അടുപ്പം, അതായത് കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുമായിരുന്നു. അമ്മയിൽ നിന്ന് കിട്ടിയതാണ് അവൾക്ക്. എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കും. അത് വളരെ കൊച്ചിലെ തന്നെ അതങ്ങനെ ശീലിച്ചിരുന്നു. അങ്ങനെ അവൾ വളർന്നു വന്ന് എല്ലാവരോടും നല്ല സ്നേഹവും പരിഗണനയും എല്ലാവർക്കും വേണ്ട വിധത്തിൽ ബഹുമാനവും എല്ലാം കൊടുത്താണ്. അതായത് മറ്റുള്ളവരെ തന്നെക്കാളും ശ്രേഷ്ഠരായി കരുതണമെന്ന് അമ്മ ചെറുപ്പത്തിലേ പഠിപ്പിച്ചിരുന്നു. അത് എന്നും അവൾ പാലിച്ചിരുന്നു. തന്നെയുമല്ല, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും അവൾ ചെയ്തിരുന്നില്ല. എല്ലാം ഈശോയുടെ ഇഷ്ടം മാത്രം നിറവേറ്റി ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി. ഏതാണ്ട് 12 വയസ്സായപ്പോൾ ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഇവളൊരു ധനികൻ്റെ വീട്ടിൽ ജോലിക്ക് കൊണ്ടുപോയി നിർത്തി അമ്മ. അവിടെ നല്ല ധനാഢ്യരായതുകൊണ്ട് ഇവൾ മാത്രമല്ല, ജോലിക്ക് പലരും ഉണ്ടായിരുന്നു അവിടെ. അപ്പം അവരൊക്കെ പലരും പല സ്വഭാവക്കാരായിരുന്നു. പക്ഷെ അതിലൊന്നും ഇവൾ കൂട്ടുകൂടാറില്ല, അധികം സംസാരിക്കാറില്ല. ഇവൾ വെളുപ്പിനെ എഴുന്നേൽക്കും. 5 മണിക്ക് എഴുന്നേറ്റ് ഇവളുടെ ഒരുവിധമുള്ള ജോലിയൊക്കെ കഴിച്ച് നേരെ പള്ളി അടുത്തായിരുന്നു. ആ പള്ളിയിൽ പോയി കുർബാനയിൽ സംബന്ധിച്ച് തിരിച്ചു വന്നിട്ടും ഇവളുടെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് സമയം കിട്ടുന്ന ഇതുപോലെ ഇവൾ മുറിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒത്തിരി പ്രാർത്ഥിക്കാനായിട്ട് ഇഷ്ടമാണ് ഇവൾക്ക്. എത്ര സമയം വേണമെങ്കിലും പ്രാർത്ഥനയിൽ മുഴുകുമായിരുന്നു. അങ്ങനെയാണ് വളർന്നത്. അപ്പോൾ ഇവളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ മറ്റുള്ളവർക്ക്, അവർ പലതും പലരെയും മേഷണി പറഞ്ഞും മറ്റു പലതരം സ്വഭാവക്കാരായതുകൊണ്ട് അവർ മറ്റുള്ള ഈ ജോലി മറ്റു വ്യഗ്രതയിലായിരുന്നു അവർ. അപ്പോൾ ഇവളുടെ സ്വഭാവമൊന്നും അവർക്ക് പിടിക്കണില്ല. അവർ എന്തെങ്കിലുമൊക്കെ ഇവളെപ്പറ്റി മോശമായിട്ട് പറഞ്ഞ് ഇവളുടെ യജമാനത്തെയും തെറ്റിദ്ധരിപ്പിച്ച്. അപ്പം അവർ നോക്കുമ്പോഴും ഇവളെപ്പോഴും മുറിയിലാണ്. ഇവളുടെ ജോലി കഴിഞ്ഞിട്ടാണ് വന്ന് മുറിയിലിരുന്ന് പ്രാർത്ഥിക്കണമെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. അപ്പം ഇവളെ വെറുതെ അന്യായമായിട്ട് അടിക്കാനും വഴക്ക് പറയാനും ഒക്കെ തുടങ്ങി. ഇവൾ പ്രാർത്ഥനയിൽ ഈശോയോട് ഇവളുടെ സങ്കടമൊക്കെ പറഞ്ഞ്. അപ്പം ഇവരെ എന്തെല്ലാം ഉപദ്രവിച്ചാലും ഇവരെ സ്നേഹിക്കാനല്ലാതെ വേറൊരു തരത്തിലും ഇവരൊരു വിഷമം കാണിക്കാൻ അവൾ മുതിർന്നിട്ടില്ല. ഒടുവിൽ അവർക്ക് മനസ്സിലായി ഇത് ഇവരിങ്ങനെ വെറുതെ പറഞ്ഞുണ്ടാക്കണമെന്ന്. അവർക്കും വളരെ വിഷമം തോന്നി. അതായത് പല കാര്യങ്ങളും ഇവള് പ്രാർത്ഥനയിലാണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യം വന്നവർക്ക്. അങ്ങനെ പിന്നെ ഇവരെ സ്നേഹിക്കാൻ തുടങ്ങി. അതായത് എന്തെല്ലാം ഉപദ്രവിച്ചാലും സ്നേഹമല്ലാതെ വേറെ ഒന്നും ഇവളിൽ നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അതുപോലെയാണ് ഇവൾ ജീവിച്ചിരുന്നത്. ഇങ്ങനെ ഒരുപാട് ദൈവമായിട്ട് അടുത്തും ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ ജീവിച്ചും മറ്റുള്ളവരുടെ കണ്ണിലുണ്ണിയായി മാറി ഒടുവിൽ. അപ്പോൾ ഈ മേലധികാരിയായിട്ട്, ഈ ജോലിക്കാരുടെയൊക്കെ മേലധികാരിയായിട്ട് ഇവളെ നിയോഗിച്ച് യജമാനൻ. അപ്പോൾ എന്നിട്ടും ഇവളുടെ ആ സൗമ്യതയും ആ ക്ഷമയും
അതുപോലെ തന്നെ എളിമയും അതിനൊന്നും ഒരു കുറവും ഉണ്ടായില്ല. ഒരിക്കലും ഇവള് ഞാൻ ഇങ്ങനെ ആ ഒരു അഹങ്കാരം ഒന്നും അവളിൽ നിന്നുണ്ടായിട്ടില്ല. വളരെ സന്തോഷത്തോടു കൂടിയാണ് മറ്റുള്ളവരോടൊക്കെ പെരുമാറിയിരുന്നത്. അവരെയൊക്കെ എൻ്റെ താഴ്ന്നതാണ്, എന്നിൽ നിന്ന് ഇവരെ ചെറുതാക്കി കാണിക്കാൻ ഒരിക്കലും അവൾ തുനിഞ്ഞിട്ടില്ല. എപ്പോഴും ദൈവത്തിലെ മുൻസ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഏതാണ്ട് 60 വയസ്സായപ്പോൾ ഇവള് മരിക്കുന്നതിന് മുൻപ്, അപ്പോൾ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുമായിരുന്നല്ല. അപ്പോൾ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് നമ്മൾ സമാധിയിലായിപ്പോവും. സമാധി എന്ന് പറഞ്ഞാൽ മനസ്സിലായ, അതായത് നിശ്ചലമായിട്ട് ഇരിക്കും. മനസ്സ് മുഴുവനും ദൈവത്തിലേക്ക് കൊടുത്തുകൊണ്ട് ആർക്കും തോന്നുകയില്ല, ഏതോ ഒരു ലോകത്തായിട്ടാണ് ഇവൾക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെ ഇരിക്കും, മണിക്കൂറുകളോളം അവിടെ അങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് തിരിച്ച് വീട്ടിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവളൊരു നല്ലൊരു പുണ്യവതിയാണെന്നുള്ളത് ബോധ്യം ആ വീട്ടുകാർക്ക് മനസ്സിലായി. അതായത് യജമാനും യജമാനത്തിക്കും മനസ്സിലായി, അതുപോലെ തന്നെ അവളുടെ ജോലിക്കാർക്കും, ഇവളുടെ കൂടെയുള്ള ജോലിക്കാർക്കൊക്കെ മനസ്സിലായി. അങ്ങനെ 60 വയസ്സിലാണ് ഇവൾ മരിക്കണത്. മരിച്ചു കഴിഞ്ഞ് വിശുദ്ധ എന്ന് നാമകരണം ചെയ്ത ഉടനെ തന്നെ അങ്ങനെ ഇന്ന് വിശുദ്ധയായിട്ട് ലോകം അറിയപ്പെടുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ സീതയോട് അതായത് ജോലിക്കാരുടെ മധ്യസ്ഥയാണ്. ജോലിക്കാരുടെ എന്ന് പറഞ്ഞാൽ വീട്ടുജോലിക്കാരുടെ മധ്യസ്ഥ എന്ന് പറഞ്ഞാൽ അവരെ പ്രത്യേകിച്ച് അവർ പ്രാർത്ഥിച്ചാൽ, ഈ വിശുദ്ധയോട് പ്രാർത്ഥിച്ചാൽ അവരുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുമെന്നുള്ള ഒരുപാട് അനുഭവങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്രാവശ്യം 100% മാർക്ക് കിട്ടിയില്ലേ? കൺഗ്രാറ്റ്സ്. താങ്ക്സ്. ഇപ്പോൾ വിഷ്വലിൽ കണ്ട കാര്യം വളരെ റെയറായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? മറ്റുള്ളവരുടെ വിജയത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങളതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ദൈവം എന്ത് ഹാപ്പി ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കേ. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റിയും കൂടെയാണത്. അപ്പോൾ ഇനി ചെയ്യാൻ ശ്രദ്ധിക്കുമോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. നമുക്കൊന്നും കൂടെ വചനവും സുകൃതമായി ഏറ്റുവരാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യം. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ഓക്കെ, ഇനി സുകൃജപം. ഈശോയെ മൂല്യങ്ങളിൽ വളരുവാൻ എന്നെ സഹായിക്കണമേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.